അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇസ്രായേൽ ഇടയുന്നു. കരാറിലെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയുമാണെന്നായിരുന്നു കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിന്റെ പ്രതികരണം. ലെബനനിൽ നിന്ന് അടക്കം സേനയെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹോർമുസിൽ ടോൾ പിരിക്കാനാണ് ഇറാന്റെയും തീരുമാനം. വിനോദുണ്ട് വിശദാംശങ്ങളുമായി. വിനോദ്, ഇസ്രായേൽ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളിയാഴ്ചയാണ് സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പിടാൻ പോകുന്നത്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാനായിരിക്കും? യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് തീരെ താല്പര്യമില്ല എന്ന കാര്യം തന്നെയാണ് നെതന്യാഹുവിൻ്റെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത്. അദ്ദേഹം പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റാണ് ട്രംപ്, താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ്. അതായത് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഈ കരാറുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് നെതന്യാഹു വരികൾക്കിടയിൽ പറയുന്നത്. ഇസ്രായേലിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്, സുരക്ഷ ഉറപ്പാക്കാൻ താൻ ബാധ്യസ്ഥനാണ്. മാത്രമല്ല, ഈ കരാറിൻ്റെ ഭാഗമായി പറയുന്നത് അത് ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ലെബനനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണം, ആക്രമണം നടത്തരുതെന്നതാണ്. പക്ഷേ അങ്ങനെ ലെബനനിൽ നിന്നോ സിറിയയിൽ നിന്നോ ഗസയിൽ നിന്നോ സേനയെ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് അസന്നിഗ്ധമായി നെതന്യാഹു പറയുമ്പോൾ ഈ കരാറിന് എത്രമാത്രം പ്രസക്തി ഉണ്ടാകുമെന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയായാൽ പോലും ഇസ്രായേൽ ഇടഞ്ഞു നിന്നാൽ വീണ്ടും പശ്ചിമേഷ്യ സംഘർഷഭരിതമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ലെബനനെയും യമനെയും ആക്രമിച്ചാൽ ഇസ്രായേലിന് നേരെ വീണ്ടും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകും. അല്ലെങ്കിൽ അവിടെയുള്ള ഹൂതികൾക്കോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്കോ ഒക്കെ തന്നെ ഫണ്ട് ചെയ്യുന്ന രീതി, അവർക്ക് ആയുധം നൽകുന്ന രീതി, ഇതെല്ലാം തന്നെ ഇറാൻ തുടരും. ഇത് വീണ്ടും പ്രകോപനത്തിലേക്ക് പോകും, വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് പോകും. അപ്പോഴും അമേരിക്കയ്ക്ക് ഈ വിഷയത്തിൽ ഇടപെടേണ്ടി വരും. വെള്ളിയാഴ്ചയാണ് ഈ കരാർ, സമാധാന കരാർ അന്തിമമായി ഒപ്പുവെക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടികൾ മുന്നോട്ട് പോവുകയാണ്. JD വാൻസും ട്രംപും അതോടൊപ്പം തന്നെ ഇസ്രായേൽ സ്പീക്കർ ഖാലി ബാഫുമായാണ് കഴിഞ്ഞ ദിവസം വെർച്വലായി ഈ കരാറിൽ ഒപ്പുവെച്ചത്. അതിന് ഒരു പൂർണ്ണ രൂപമാകണമെങ്കിൽ വെള്ളിയാഴ്ച അത് സ്വിറ്റ്സർലൻഡിൽ ഈ കരാർ ഒപ്പിടും. അത്തരമൊരു പ്രഖ്യാപനമാണ് വന്നിട്ടുള്ളത്. അതേസമയം ഇറാൻ്റെ പ്രസിഡന്റുണ്ട് പെസഷ്കിയാൻ. അദ്ദേഹം പറയുന്നത് ഇത്തരമൊരു കരാറിനെ കുറിച്ച് അറിയില്ല, അല്ലെങ്കിൽ ഈ കരാർ ഒപ്പിടുമെന്ന് ആര് പറഞ്ഞു എന്ന ചോദ്യമാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമായി വരുന്നത്. ഇറാനിലും ചില പ്രശ്നങ്ങളുണ്ട്. ഈ തീവ്ര നിലപാടുകാർ ഈ കരാറിനെ അംഗീകരിക്കുന്നില്ല. അവർ അമേരിക്കയ്ക്ക് അടിയറ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം കരാറിൻ്റെ ഭാഗമായി ഉണ്ടാകരുത് എന്ന നിലപാടിലാണ്. ഇറാൻ പൊതുവിൽ പറയുന്നതും അത്തരത്തിൽ കാര്യങ്ങൾ തന്നെയാണ്. അമേരിക്ക പറയുന്ന മുഴുവൻ കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവശക്തി ആകരുത്, അത് അമേരിക്ക ഏറ്റെടുക്കുമെന്ന തരത്തിലാണ് കരാറിലെ ഒരു വ്യവസ്ഥ. അത് ഇറാൻ അംഗീകരിക്കുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ തൽക്കാലത്തേക്ക് കരാർ വന്നതിന് പിന്നാലെ ഇറാൻ്റെ 5 എണ്ണക്കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോയിട്ടുണ്ട്. നേരത്തെ വലിയ നാവിക ഉപരോധം അവിടെ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകളും ഇപ്പോൾ കടന്നു പോകുന്നുണ്ട്. സമാധാന അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ഇനിയൊരു 60 ദിവസത്തെ ചർച്ചകളിലേക്ക് കൂടി കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും ഏറ്റവും ഒടുവിലത്തെ കരാറിൻ്റെ ഒരു രൂപമുണ്ടാവുക. പക്ഷേ ഇപ്പോഴും ഈ കാര്യങ്ങളിൽ അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസിൽ താരിഫ് അല്ലെങ്കിൽ അവിടെ നിന്ന് ചുങ്കം പിരിക്കാനുള്ള തീരുമാനമായിരുന്നു ഇറാൻ നേരത്തെ കൈക്കൊണ്ടിരുന്നത്. അതിപ്പോൾ സർവീസ് ചാർജ് എന്ന നിലയിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഹോർമൂസിൽ പണപ്പിരിവുണ്ടായാൽ സൂയസ് ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലും ഇങ്ങനെ കപ്പൽപാതകളിലും പിരിവുണ്ടാകും. 7ഓളം കപ്പൽപാതകളിൽ പിരിവുണ്ടാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് എണ്ണ കമ്പനികളെ വലിയ തോതിൽ, കപ്പലുകളെയൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറും. വലിയ തുക അവർ ഇതിനുവേണ്ടി, യാത്രകൾക്ക് വേണ്ടി ചെലവിടേണ്ടി വരും. ഇതൊക്കെ തന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും പൊതുവിൽ ജനങ്ങൾക്ക് മേൽ ഇതിൻ്റെ നികുതിയായി പല രാജ്യങ്ങളിലും ഉണ്ടാവുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകും. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സമാധാനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അമേരിക്ക പ്രഖ്യാപിച്ചതുപോലെ ഒരു കരാറിലേക്ക് ഇറാൻ വന്നു എന്നത് തന്നെയാണ്. വിർച്വലായി കഴിഞ്ഞ ദിവസം ഈ കരാർ ഒപ്പിട്ടു എന്ന കാര്യവും JD വാൻസ് ഉൾപ്പെടെയുള്ളവർ അവരുടെ ഒരു വെളിപ്പെടുത്തലായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനമായി പറയുന്നുണ്ട്. അതിനെ ഇറാൻ എതിർക്കുന്നില്ല. പക്ഷേ പെസഷ്കിയാനെ പോലുള്ള ആളുകൾ ഈ കരാറിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ഇറാനിലും ചെറിയ തോതിലെങ്കിലും ഈ കരാറുമായി ബന്ധപ്പെട്ട് ഭരണാധികാരികൾക്കിടയിൽ ഭിന്നത നിലനിൽക്കുന്നു എന്ന സൂചനയാണ്. പക്ഷേ ഇസ്രായേലിൻ്റെ നിലപാട് ഇതിൽ ഏറ്റവും നിർണായകമാണ്. ഒരു കാരണവശാലും ഇങ്ങനെ ഒരു കരാറിനെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലയിൽ ഇസ്രായേൽ നിലകൊള്ളുകയും ചെയ്യുന്നു. നെതന്യാഹുവിനെ വിമർശിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഈ കരാർ അംഗീകരിക്കാൻ ബാധ്യസ്ഥരാണ്, അനാവശ്യമായ യുദ്ധം പാടില്ല എന്ന് ട്രംപ് പറയുമ്പോൾ അത് നെതന്യാഹുവിനുള്ളൊരു താക്കീതായി മാറുകയും ചെയ്തു. അതിനുശേഷമാണ് നെതന്യാഹുവിൻ്റെ പ്രസ്താവന വന്നത് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയുമാണ് എന്ന തരത്തിലുള്ളത്. അല്ല വിനോദ്, ഒരു കാര്യം കൂടി. ഇപ്പം ഈ ട്രംപ്
ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ട്രംപിൻ്റെ ഒരു വാക്കുകൾ വല്ലാതെ നെതന്യാഹുവിനെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് കൂടി പറയേണ്ടി വരുമല്ലോ. ഇപ്പോൾ ഇസ്രായേൽ 2 മണിക്കൂറിനുള്ളിൽ നശിച്ചേനെ, ഇസ്രായേൽ നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളത് ട്രംപിൻ്റെ വാക്കുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അത് നെതന്യാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ ഈ തർക്കങ്ങളായിട്ട് നീങ്ങുന്നു. അതിനുശേഷം നെതന്യാഹുവിൻ്റെ പ്രതികരണവും വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കൂടുതൽ റിഫ്റ്റിലേക്ക് നീങ്ങുക എന്നുള്ളതിലേക്ക് തന്നെയല്ലേ ലോകരാജ്യങ്ങൾ നോക്കുമ്പോഴേ കാണുന്നത്. കാരണം ഒരു 106 ദിവസത്തെ ഒരു യുദ്ധം ഒരു അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴാണ് വീണ്ടും ഇപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അമേരിക്കയുടെ നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നു. ട്രംപ് ആവട്ടെ ഇസ്രായേലിനെയും നമ്മൾ ഈ നാട്ടുഭാഷയിലൊക്കെ പറഞ്ഞാൽ ചൊറിയുന്ന രീതിയിലേക്കൊക്കെ മാറുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇത് തമ്മിലൊരു സമവായ ചർച്ചകൾക്കൊക്കെ നീങ്ങാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. തീർച്ചയായും ഇവിടെ അവ്യക്തതകളാണ് പ്രധാനമായും വെല്ലുവിളിയായി നിൽക്കുന്നത്. ഒന്നാമത് കരാറിലുള്ള ധാരണകൾ, അത് ഇരു രാജ്യങ്ങളും ഇതുവരെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. അമേരിക്കയും ഇറാനും ഈ ധാരണകളിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു ഏകീകൃത സ്വഭാവം, അതിൽ ഒരു യോജിപ്പ് പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ല. പ്രധാനമായും യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യത്തിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏറ്റെടുക്കുമെന്ന നിലപാടിൽ അമേരിക്ക തുടരുകയാണ്. അത് ഇറാൻ കൈമാറുമെന്ന് ഉറപ്പ് ലഭിച്ചുവെന്നാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. പക്ഷേ അങ്ങനെ ഒരു ഉറപ്പ് ആര് കൊടുത്തു എന്നാണ് പെസഷ്കിയാൻ ചോദിക്കുന്നത്. അതായത് അവിടുത്തെ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട്, ഇറാനിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, അദ്ദേഹം ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഉറപ്പ് ആര് നൽകി എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഇറാനിലെ ഭരണ നേതൃത്വത്തിലും ഭിന്നതകളുണ്ട്. ഇപ്പോൾ അരഗാച്ചിക്കെതിരെയാണ് പ്രധാനമായും, വിദേശകാര്യമന്ത്രിക്കെതിരെ വലിയ തോതിൽ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഇറാനിൽ തീവ്ര നിലപാടെടുക്കുന്ന ആളുകൾ അരഗാച്ചിയെ വധിക്കണമെന്ന ആവശ്യവുമായാണ് തെരുവിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ തന്നെ ചില ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഈ കാര്യത്തിൽ ആദ്യം തന്നെ പരിഗണിക്കേണ്ട കാര്യം, ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യം വെച്ചത് ഇറാനിൽ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാക്കുക എന്നതാണ്. അത് ആദ്യം തന്നെ അയത്തുള്ള ഖമേനിയെ കൊല്ലപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുമ്പോൾ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം വന്നിരിക്കുന്നു, മറ്റൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ തുറന്നു വന്നിരിക്കുന്നതെന്ന് ഇറാനിലെ ജനതയോട് ആഹ്വാനം ചെയ്യുകയാണ് ട്രംപും നെതന്യാഹുവും. പക്ഷേ അവരുടെ പദ്ധതികളെല്ലാം പാളി. അവിടെ ജനങ്ങൾ അങ്ങനെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇറാൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം അമേരിക്കയുടെ സേനാ താവളങ്ങളുള്ള പ്രദേശങ്ങളിലേക്കടക്കം ഇറാൻ്റെ ശക്തമായ ആക്രമണമുണ്ടായി. അതിന് ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ലഭിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്ക യുദ്ധത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കപ്പെടുകയായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സമ്മർദ്ദത്തിന് വഴിപ്പെടുകയായിരുന്നു. ഒരു വശത്ത് ഇസ്രായേൽ യുദ്ധം എന്ന ആവശ്യവുമായി നിലകൊള്ളുന്നു, മറ്റൊന്ന് ചാടിപ്പുറപ്പെടുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിച്ച് തിരികെ കയറാനും വയ്യ എന്നൊരവസ്ഥയിലേക്ക് അമേരിക്ക ചെന്നുപെടുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ. പക്ഷേ ഇപ്പോൾ അവർ ആദ്യം പ്രതീക്ഷിച്ചത് എന്താണോ ആ നിലയ്ക്കുള്ള ചില സാഹചര്യങ്ങൾ ഇറാനിൽ രൂപം കൊള്ളുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അവിടെ ഉരുത്തിരിയുന്നുണ്ട്. ജനങ്ങളിൽ ഒരു വിഭാഗം അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തിരിയുന്നൊരു സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ ഇന്നോ നാളെയോ പൂർണ്ണമായി പുറത്തുവിടുമെന്നാണ് JD വാൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ആ കരാറിൻ്റെ പൂർണ്ണമായ രൂപം, അമേരിക്ക പുറത്തുവിടുന്ന രൂപം വരുമ്പോൾ അതിൽ ഇറാന് ഹാനികരമാകുന്ന അല്ലെങ്കിൽ ഹിതമല്ലാത്ത തരത്തിലുള്ള വ്യവസ്ഥകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇറാനിൽ അതൊരു ആഭ്യന്തര പ്രശ്നത്തിന് വഴിവെക്കും. അങ്ങനെയെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ആദ്യം സ്വപ്നം കണ്ട, അവർ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഇറാനിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. കാരണം നമുക്കറിയാം, വെനസ്വേലയിലൊക്കെ അവർ മഡറോയെ പിടികൂടിയ ശേഷം ഒരു പാവ സർക്കാർ കൊണ്ടുവരുന്നു. ആ തരത്തിൽ അവരുടെ നിയന്ത്രണത്തിലുള്ള ഒരു സർക്കാർ ഇറാനിൽ കൊണ്ടുവരിക എന്ന ആഗ്രഹം തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഉള്ളത്. പക്ഷേ അവിടെ ഈ കരാർ പൂർണ്ണമായും ഇറാനിലെ ജനത കൂടി അംഗീകരിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കുന്ന തരത്തിലുള്ള കരാറാണെങ്കിൽ ഈ ഒരു സാഹചര്യം അവിടെ അപ്രസക്തമാകും. അവിടെ അമേരിക്കയും ഇറാനും സേഫാകുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സേഫ് സോണിലേക്കല്ല അവർ എത്തുന്നത്. പ്രത്യേകിച്ച് നെതന്യാഹുവിനെ സംബന്ധിച്ച് അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. എന്തിന് കീഴടങ്ങി എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും. ഇതിൽ വലിയ തോതിൽ രാഷ്ട്രീയം കൂടിയുണ്ട്. ഇസ്രായേൽ പിന്മാറിയാൽ അത് നെതന്യാഹുവിന് രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന നഷ്ടം വളരെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ലെബനനിലും സിറിയയിലും ഗസയിലും സേനയെ പിൻവലിക്കില്ല എന്ന കടുത്ത നിലപാടിൽ നെതന്യാഹു ഇപ്പോഴും നിലകൊള്ളുന്നതും. വ്യക്തമാണ്. വിശദമായ വിവരങ്ങളാണ് വിനോ നൽകിയത്.